അപ്പോൾ നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ സൗദിയിൽ വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ഷോപ്പിലേക്ക് വന്നത്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വേറെ കുറേ ഷോപ്പൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ ഇവിടെ തന്നെ എല്ലാ കടയിലും പോകണമെന്നില്ല ഗൈസ്. ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സും കിട്ടും. എല്ലാ ഷോപ്പിലും കയറി എല്ലാം വിസിറ്റ് ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ ഒരു തവണ ഈ കടയിൽ വന്നതുകൊണ്ട് പിന്നെയും പിന്നെ ഈ കടയിലേക്ക് തന്നെ വരാനാണ് ത്വര കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സിനും 25 റിയാലുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു റിയാൽ എന്ന് പറയുമ്പോൾ 22 രൂപയാണ്. അപ്പം 550 അങ്ങനെ അതിൻ്റെ അടുത്ത് എത്ര രൂപയാണ് ഒരു ഡ്രസ്സിന് വരാട്ടോ. എല്ലാ ഡ്രസ്സിനും ആ ഒരു റേറ്റാണ്. അപ്പോൾ ഈ കിടക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടോ, സെറ്റായിട്ടുള്ളത് അതിനൊക്കെ 550 കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ നടന്ന് ആദ്യം ഷൂസ് എടുക്കാനാണ് പോയത്. അപ്പോൾ നടന്നതല്ല, ലാസ്റ്റ് ഷൂ എടുക്കാനാണ് പോയത്. ലാസ്റ്റിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഷൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഹീൽസ് ഉണ്ടായില്ല. അപ്പോൾ ഹീൽസ് വാങ്ങാമെന്ന് ഓർത്ത് ഈ കടയിൽ കയറി. അപ്പോൾ 25 റിയാൽ തന്നെ ഉള്ളൂ ഈ ഷൂവിനും ഈ ചെരുപ്പിനൊക്കെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഹീൽസ് എടുത്തട്ടോ. പിന്നെ അത് കണ്ടോ, ഇത് ഞാൻ മേടിച്ചില്ല, എൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് 25 റിയാലോളം ഇവിടെ കടന്നിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ ഇതാണ് മേടിച്ചോട്ടോ, ഈ യെല്ലോയും ഇതൊക്കെ വന്നതാണ് മേടിച്ചത്. പിന്നെ ഇവിടെ അല്ലാത്ത നോർമൽ ഷൂസൊക്കെ ഉണ്ട്, സ്നീക്കേഴ്സൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എത്ര രൂപയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓഫർ ഇട്ടുള്ളതാണ് അവിടെ. അല്ലല്ല, എല്ലാത്തിനും 25 റിയാലാണ് ഗൈസ്. ഷൂസിന് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഡ്രസ്സിന് മൊത്തം 25 റിയാലുള്ളൂ. ഈ ഷൂസിനൊക്കെ 25 റിയാലുള്ളൂ. ആ സൈഡിൽ ഡിസ്പ്ലേ ചെയ്തേക്കണതിന് മാത്രം സെപ്പറേറ്റ് പൈസ ഉള്ളൂ. ആ ബാഗ് സാധനങ്ങളൊക്കെ കണ്ട ബാക്ക് സൈഡിൽ അതിനൊക്കെ വേറെ പൈസയാണ്. ബാക്കി എല്ലാത്തിനും ഡിസ്പ്ലേ ചെയ്തേക്കണ എല്ലാത്തിനും 25 റിയാലുള്ളൂ. നമ്മൾ വന്ന സമയത്ത് 13 റിയാലിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്ര നാളത്തേക്കുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് 13 റിയാൽ എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ നമ്മൾ ചാടി പുറപ്പെട്ടു. എൻ്റെ ട്രോളി നോക്കിയ ഗൈസ്, ട്രോളി നിറച്ച് ബാഗായിട്ടുണ്ട്. അപ്പോൾ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് രണ്ടും തന്നെ ഞാൻ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സിനിമാക്കാരൊക്കെ ഇവിടെ വന്നിട്ട് തോന്നുന്നു ഡ്രസ്സ് എടുക്കുന്നത് അത്രയും നല്ല രസമാണ്. ഈ വ്ളോഗേഴ്സ് പിന്നെ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ ഈ ഒരു ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും കണ്ടന്റ് ഉണ്ടായിരിക്കും. കാരണം അത്രയും അധികം ഡ്രസ്സ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രയൽ റൂം ഇല്ല ഗൈസ്. ട്രയൽ റൂം ഇല്ല, മിറേഴ്സ് ഇല്ല. നമുക്ക് നോക്കാം, മിറർ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. മിററൊന്നും ഇല്ല ഗൈസ്. ഞാൻ കുറച്ച് നോക്കി, കണ്ടില്ല. പിന്നെ ഇതൊരു 4 കിലോമീറ്റർ കണ്ട ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും ദൂരത്തിലാണ് ഡിസ്പ്ലേ ചെയ്തിട്ടേക്കണേ. ആണുങ്ങൾക്ക് വേറെ സെക്ഷൻ, പെണ്ണുങ്ങൾക്ക് വേറെ സെക്ഷൻ, കുട്ടികളുടെ സെക്ഷൻ വേറെ ഒരു ഭാഗത്തായിട്ട്. പിന്നെ നമ്മുടെ ഇന്നോവേഴ്സൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകൾ, വീട്ടിലിടുന്ന ഡ്രസ്സുകൾ എല്ലാത്തിനും സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടേക്കുവാണ് ഗൈസ്. ഒന്നും പെട്ടിക്കകത്താക്കി വെച്ചിട്ടില്ല. എല്ലാത്തിനും മുകളിൽ റേറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. 25 കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും അങ്ങനെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ചില ഐറ്റംസിന് മാത്രമേ കുറച്ച് വില കൂടുതലുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ബാക്കി ഓൾമോസ്റ്റ് 80% സാധനങ്ങൾക്കും 25 റിയാൽ തന്നെയാണ്. ഈ ഒരു ഡ്രസ്സ് നോക്കി വീട്ടിലിടുന്ന ഡ്രസ്സാണ്. കോഡ് ഡ്രസ്സ് പോലെ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളത്. ഇതൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ പുറത്താക്കിയിട്ടിട്ട് പോകാം അല്ലേ. നാട്ടിലൊക്കെ വേണമെങ്കിൽ നല്ല കിടിലൻ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ നാട്ടിലായിട്ട് പോകാൻ നേരത്തെ എന്തായാലും കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് വരും. പെൺപിള്ളേർക്ക് അല്ലെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങണത് ഭയങ്കര ഇഷ്ടമാണല്ലോ. സോ ഞാൻ എന്ത് ഉടുപ്പ് വാങ്ങിയാലും പിന്നെ എൻ്റെ ഉടുപ്പിലൊക്കെ പെയിൻ്റ് ആകും. പിന്നെ ഞാൻ അതുകൊണ്ട് നല്ല നല്ല ഉടുപ്പുകളൊക്കെ വാങ്ങിച്ചിടാത്ത പിന്നെ മേടിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഷോപ്പ് ഇട്ടുണ്ടല്ലോ, ഫോണേക്കുമ്പോൾ നമ്മളെന്തായാലും ഇനിയും ഈ കടയിൽ വരും. അപ്പോൾ ഏട്ടനെ എനിക്ക് വീഡിയോ ഒന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കട കണ്ടിട്ട് നമ്മളിങ്ങനെ ഓടി നടന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏട്ടനവിടെ പോയി നോക്കിയിട്ട് കുറേയൊക്കെ നോക്കി. ഇപ്പോൾ വിൻ്ററിലേക്കുള്ള കുറേ ഡ്രസ്സുകളായതുകൊണ്ട് ഏട്ടന് ഷർട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഏട്ടന് വണ്ടിയാണ് ഡ്രസ്സ് എടുക്കാൻ ഗൈസ്, ഞാൻ പോലെയല്ല. അപ്പോൾ ഏട്ടൻ അവിടെ പോയിട്ട് വേഗം കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് ഏട്ടൻ ഒരു ജീൻസും പിന്നെ വേറെ ഒരു ഡ്രസ്സും എടുത്തു, വേറെ ഒരു പാൻറ്റും കൊണ്ടെടുത്തു. അതും എടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ജീൻസൊക്കെ ഉണ്ട്, പാച്ച് ജീൻസ്. നിങ്ങളിവിടെ ചോദിക്കാൻ സൗദി അറേബ്യയിൽ പർദ്ദ മാത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പാടുള്ളൂ എന്ന്. പർദ്ദ മാത്രം ഇട്ടുകൊണ്ട് നടക്കാമെങ്കിൽ ഈ ഷോപ്പിൽ ഇതൊക്കെ എന്തിനാണ് ഗൈസ് വെക്കുന്നത്? ഇവിടെ എല്ലാ ഡ്രസ്സും ഇടാട്ടോ. ഇപ്പം ഒത്തിരി ഡ്രസ്സുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആളുകളൊക്കെ ഇത് മേടിച്ചിട്ട് പർദ്ദേൻ്റെ താഴെ ഇടുമായിരിക്കും. പിന്നെ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. എല്ലാവരും പർദ്ദയൊന്നും അല്ല ഇട്ടുകൊണ്ട് നടക്കണം, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. അപ്പോൾ കോഡ് ഡ്രസ്സുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ സെറ്റായിട്ട് കിടക്കണം. പാൻസ് വേറെ സെക്ഷൻ, ഷർട്ട് വേറെ സെക്ഷൻ, വെസ്റ്റേൺ വേറെ എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് ഷോപ്പ്. എൻ്റെ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ നമ്മളത് ഇത് കണ്ട് ഈ പാവാട ഉണ്ട്. ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനത്തെ നമ്മുടെ നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ സ്കേർട്ടൊന്നും കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ എത്ര രൂപ ഇതിന് അയക്കണം? ഒരു 1500-2000 രൂപയ്ക്ക് അവർ വില ഇടൂലേ. ഇതിന് 550 രൂപയേ ഉള്ളൂ ഗൈസ്. നല്ല ഭംഗിയിലേക്ക് അറുത്തത് നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് സെറ്റാക്കി ഇടാൻ നല്ല രസമുണ്ടാകും. അപ്പോൾ ഇത് പോകാൻ നേരത്ത് വാങ്ങാൻ കണ്ട 25 റിയാലോ 550 രൂപ. അതിൻ്റെ അതുണ്ടാവും. കുറേ കളക്ഷൻസ് ഉണ്ട്, ഷെയ്ഡുകൾ വേറെ ഉണ്ട്.
പിന്നെ അതേ ഈ ഡ്രസ്സ് കണ്ടോ, ഇതിങ്ങനെ മറ്റേ വലിയ ടൈപ്പാണ്. അതിൻ്റെ താഴെ ഫ്രില്ല പോലത്തെ സംഭവം പിടിപ്പിച്ചിട്ടുണ്ടോ, തൊട്ട് സ്കിൻ ഫിറ്റ് ആയിട്ടിരിക്കുന്നതാണ്. ജീൻസുകൾ തന്നെ വേറെ കുറേ ടൈപ്പ് ഉണ്ട്, പാച്ചുള്ളതുണ്ട്, പിന്നെ നാരോ ഉണ്ട്, ജോഗിയ, അങ്ങനെ എന്താണ്ടൊക്കെ പേരൊക്കെ ഇല്ല, എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. ഇത് ഫുൾ ഡ്രസ്സ് കേട്ടോ. ഇവിടെയുള്ള അറബ്സൊക്കെ ഇടുന്ന പോലത്തെ അതേ വലിയത് ഫുൾ കവറായിട്ട് നിൽക്കുന്ന സൈസ് ഉണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് വിൻ്ററിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലത്തെ കുറേ കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് വിൻ്റർ ആയതുകൊണ്ട് തന്നെ. ഈ ഒരു ജാക്കറ്റ് നോക്കിയാൽ ഗൈസ് നല്ല രസമില്ല. ഞാൻ നാട്ടിൽ പോകുമ്പോൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉണ്ടാവില്ലെന്ന് അറിയില്ല. എന്നാലും വേറെ കുറേ ജാക്കറ്റൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കുറേ കളർ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇതിനും 25 റിയാലുള്ളൂ. അപ്പോൾ ഇവിടെ ട്രയൽ റൂമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം അതിൻ്റെ ബട്ടൺസൊക്കെ അഴിക്കാവുന്നതുകൊണ്ട് ഇട്ട് നോക്കിയിട്ട് നിങ്ങളെ കാണിച്ചാണ്. പിന്നെ അത് ഇതുപോലെ കൈയില്ലാത്തതുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള, എനിക്കിതൊക്കെ ഈ നീല ഞാൻ എടുത്തിട്ട്, നീല റെഡും കൂടി ഉള്ള ഞാൻ എടുത്തത്. അതൊരു ഷോള് പോലെ കയ്യിൽ ഇങ്ങനെ ഇടണം കേട്ടോ. അതിനൊക്കെ 13 റിയാലേ ഉള്ളൂ. കുറേ ഡ്രസ്സ് ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു വിൻ്ററിൻ്റെ ആയതുകൊണ്ട് വിൻ്റർ കളക്ഷൻസ് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ സൗദിയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കട്ടെ, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നാട്ടിലോട്ട് വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഒത്തിരി ലാഭമായിരിക്കും കേട്ടോ. 13 റിയാലിനൊക്കെ ഡ്രസ്സ് കിട്ടുകയെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് കിട്ടും. 550 രൂപയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാളും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ഇവിടെ നിന്ന് ഡ്രസ്സ് കിട്ടും കേട്ടോ. അതിന് യാതൊരു സംശയമില്ല. ഈ കിടക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ, ക്രിസ്മസിന് ഇടണ പോലത്തെ. ഞാനൊരു ക്രിസ്മസിന് ഇടാൻ പോലത്തെ ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ അല്ലേ വരുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഡ്രസ്സ് നോക്കി കിടക്കുകയാണ്. ഡ്രസ്സ് നോക്കി കണ്ട ആണുങ്ങളുടെ സെക്ഷനിലുണ്ട്. പിന്നെ ഇതുപോലെ കുഞ്ഞി കുട്ടി പാൻറ്റ് ഷോർട്സൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ഡ്രസ്സുണ്ട്. നിങ്ങൾ ശരിക്കും അറബുകൾ ഇതൊക്കെ ഇടുമെന്ന്, ഇതൊക്കെ ഇടണുണ്ടാവും, അതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ വെക്കണം, അല്ലെങ്കിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വലിയ ലോങ് ഡ്രസ്സ് കണ്ട അഭയ എന്ന് പറയുന്നത് ഇവിടെ പർദ്ദേനെ പറയണ പേരാന്ന് തോന്നുന്നു. അഭയ എന്ന് കുറേ പേര് പറയണായിട്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. അത് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അത് ഞാൻ തിരിച്ചു വെച്ചു. അവിടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഓട്ടമുള്ള സൈസ് ഒരു ഡിസൈനാണ്. എല്ലാ 13 റിയാലാണ് ഗൈസ്. ഞാനപ്പോൾ എൻ്റെ ട്രോളി നിറച്ച് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചലനം സബ്സ്ക്രൈബ് ചെയ്തും കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. സ്ഥലമാണത് റിയാദിലെ എക്സിറ്റ് 16 അൽവഫ 2530 എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് കേട്ടോ. താങ്ക് യു, ബൈ.